ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ വേവ് ഒപ്റ്റിക്സിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ വേവ് ഒപ്റ്റിക് അതായത് ലൈറ്റിൻ്റെ വേവ് നാച്ചറിനെ കാണിക്കാൻ ഉള്ള ഫിനോമിനാസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിന് വേവ് നാച്ചർ ഉണ്ടെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഫിനോമിനാസാണ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും അതുപോലെ പോളറൈസേഷനും. ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ വിൽ ഷോ യു ലൈറ്റ് ഹാസ് വേവ് നാച്ചർ. But polarization gives you what is the nature of the wave nature, whether it is longitudinal or transverse. അപ്പോൾ വേവ് തിയറി സജസ്റ്റ് ചെയ്തത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. 1680 ക്രിസ്റ്റ്യൻ ഹൈജൻസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ലൈറ്റിന് വേവ് നാച്ചർ ഉണ്ടെന്ന് സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഹൈജൻസിന് അറിഞ്ഞുകൂടായിരുന്നു ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്താണെന്നോ അതിൻ്റെ വേവ് ലെങ്ത് എന്താണെന്നോ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഹൈജൻസിന് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 200 വർഷത്തിന് ശേഷം 200 വർഷം ആകുമ്പോഴേക്കുമാണ് 1801 ഏതാണ്ട് ഒരു 200 വർഷമൊക്കെ ആകുമ്പോഴേക്കും തോമസ് യങ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് വേവ് നാച്ചറാണ് ലൈറ്റിന് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. എക്സ്പെരിമെൻ്റലി ലൈറ്റിന് വേവ് നാച്ചർ ഉണ്ടെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് തോമസ് യങ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഇൻ 1801. തോമസ് യങ്ങിൻ്റെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷനാണ് ടു ഷോ ഇൻ്റർഫറൻസ് ദാറ്റ് യു ആൾ നോ ഇറ്റ് ഈസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻ്റർഫറൻസ് ആണ് പഠിക്കുന്നത്. ഇൻ്റർഫറൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ ഫിനോമിന എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തോമസ് യങ്ങിൻ്റെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റാണ്. അതിൻ്റെ സെറ്റപ്പും അതിൻ്റെ ഇൻ്റർഫറൻസ് ഫിനോമിനയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ സെക്കൻഡ് വൺ നമുക്ക് പറയാം, നമ്മൾ വെള്ളത്തിൽ ഓയിൽ വീണ് കഴിഞ്ഞാൽ അതൊരു തിൻ ലെയറായിട്ട് ഫോം ചെയ്തിട്ട് അതിലുണ്ടാകുന്ന കളർ സ്ട്രൈക്സുകൾ ഇൻ്റർഫറൻസിന് എക്സാമ്പിളാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ പിക്ചർ ഇവിടെ കാണാൻ പറ്റും. കളർ സ്ട്രൈക്സ് ഓഫ് ഓയിൽ ഇൻ വാട്ടർ. അതുപോലെ നമുക്ക് വേറൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ന്യൂട്ടൺസ് റിങ്സ്. നിങ്ങൾ 5th and 6th സെമിസ്റ്ററിൽ പ്രാക്ടിക്കൽ നമുക്ക് ചെയ്യുന്നതാണ് ന്യൂട്ടൺസ് റിങ്സ് വെച്ചിട്ട് ഇൻ്റർഫറൻസ് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇൻ്റർഫറൻസ് പാറ്റേൺ റിംഗ് ഷേപ്പിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇൻ്റർഫറൻസിന് എക്സാമ്പിൾ ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേറെ ഏതൊക്കെയാണ് നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഇൻ്റർഫറൻസ് പാറ്റേണിന് എക്സാമ്പിൾ എന്ന്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫറൻസിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എന്താണ് ലൈറ്റ് എന്ന് കുറച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ലൈറ്റ് ഈസ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. Electromagnetic wave means the light has electric component and magnetic component, and as you know, electric component and magnetic component mutually perpendicular ആണ്. And this electric component and magnetic component are perpendicular to the direction of propagation. ലൈറ്റ് ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ. അതായത് ഈ മൂന്ന് ഡയറക്ഷനും ഇലക്ട്രിക് വെക്ടറും അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പോണൻറ്റും മാഗ്നറ്റിക് കമ്പോണൻറ്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ സാധാരണ ഇലക്ട്രിക് വെക്ടറിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പിക്ചർ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ. ഇതിൽ ഇലക്ട്രിക് വെക്ടറുണ്ട്, മാഗ്നറ്റിക് വെക്ടറുണ്ട്. അപ്പോൾ ഇതിൽ സാധാരണ നമ്മൾ ഒരു ലൈറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെക്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ എന്ന് പറയുന്നത് ഇലക്ട്രിക് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെക്ടറിനെയാണ് നമ്മൾ ഉപയോഗിക്കുക, ഇലക്ട്രിക് വെക്ടർ. ആൻഡ് മാഗ്നറ്റിക് വെക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ സാധാരണ ലൈറ്റ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പറയുമ്പോഴും ഇലക്ട്രിക് വെക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതിനുള്ള കാരണം സാധാരണ ഒപ്റ്റിക്സിൽ നമ്മൾ ഇലക്ട്രിക് വെക്ടറിനെ കുറിച്ച് മാത്രമാണ് പറയാറുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെക്ടർ ഈസ് മോർ ഇൻറ്റൻസ് ദാൻ മാഗ്നറ്റിക് വെക്ടർ. നമുക്കൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് അത് പറയാൻ പറ്റും. ഇ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് വെക്ടർ ഓർ ഇൻറ്റൻസിറ്റി ഓഫ്
ഇലക്ട്രിക് കമ്പോണൻറ്റ് ഈസ് ഈക്വൽ സി ഇൻറ്റു ബി. അപ്പോൾ സി ഈസ് ഈക്വൽ ടു നമുക്കറിയാം വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഇൻറ്റു ബി ആണ് നമുക്ക് ഇ കിട്ടുന്നത്. അപ്പോൾ ഇ ആണ് എപ്പോഴും ഇൻറ്റൻസിറ്റി കൂടുതലുള്ള കമ്പോണൻറ്റ് ലൈറ്റിൽ. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്സ് ഏത് എക്സ്പെരിമെൻറ്റ് പറയുമ്പോഴും നമ്മളെപ്പോഴും ഈ ഇലക്ട്രിക് വെക്ടറിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയാറ്, അസോസിയേറ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് വെക്ടർ ഉണ്ടെങ്കിൽ കൂടിയിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇലക്ട്രിക് വെക്ടറാണ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് വെക്ടർ. അപ്പോൾ ഒരേ വേവ് ലെങ്ത്തുള്ള, അതായത് ത്രൂ ഔട്ട് ഒരേ വേവ് ലെങ്ത്താണ് ഷോ ചെയ്യുന്ന ഒരു വേവിന് നമ്മൾ എന്ത് പറയും? മോണോക്രോമാറ്റിക് വേവ്സ് എന്ന് പറയും. സാധാരണ ലേസർ സോഴ്സസ് ഒക്കെ മോണോക്രോമാറ്റിക് സോഴ്സസ് ആണ്. വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ലാബിലുള്ള സോഡിയം വേപ്പർ ലാമ്പ് മോണോക്രോമാറ്റിക് സോഴ്സ് ആണ്. ആൻഡ് ഇറ്റ്സ് വേവ് ലെങ്ത് ഈസ് അബൌട്ട് 589 നാനോമീറ്റർ റേഞ്ചിലാണ്. അതിൻ്റെ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഹീലിയം നിയോൺ ലേസർ ഒരു മോണോക്രോമാറ്റിക് സോഴ്സാണ്. അതിൻ്റെ 690 നാനോമീറ്റർ റേഞ്ചിലാണ് അതിൻ്റെ വേവ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മോണോക്രോമാറ്റിക് സോഴ്സ് ആണ്. ഇത് ത്രൂ ഔട്ട് വേവിന്, ഒരു ലൈറ്റ് വേവിന് ഒരേ വേവ് ലെങ്ത് ആണെങ്കിൽ നമുക്കതിന് മോണോക്രോമാറ്റിക് വേവ് എന്ന് പറയാം. ഇനിയിപ്പോൾ ഒരു ലൈറ്റ് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, സപ്പോസ് ഫ്രം എയറിൽ നിന്ന് ഓർ വാക്വത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്ന് വിചാരിക്കും. എയർ ഓർ വാക്വം ടു അനദർ മീഡിയം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ് ലൈറ്റ് വേവിനും എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? Yes, clearly its velocity will change. വെലോസിറ്റി ചേഞ്ച് ചെയ്യും. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എയറിൽ എന്താണോ അതിൻ്റെ വെലോസിറ്റി, സി ആണ് വെലോസിറ്റി, സി ഈക്വൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അത് കുറയും. വേറൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുമ്പോൾ എന്താണ് കുറയുന്നത്? അതിൻ്റെ വേവ് ലെങ്ത് ആണ് കുറയുന്നത്. വേവ് ലെങ്ത് വിൽ ഡിക്രീസ്. വേവ് ലെങ്ത് കുറയുന്ന സമയത്ത് ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? ഫ്രീക്വൻസി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഫേസ് ഡിഫറൻസ് ആൻഡ് ഡിഫറൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഫിഗേഴ്സ് തരും. ഇൻ ദ ഫസ്റ്റ് ഫിഗർ വി ആർ കൺസിഡറിങ് ദീസ് 2 waves has same frequency and same amplitude and they are beginning or start at the same time. രണ്ടും സെയിം ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 വേവ്സും രണ്ടിനും ഒരേ ഫ്രീക്വൻസിയും ഒരേ ആംപ്ലിറ്റ്യൂഡും ഒക്കെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ടൈപ്പ് വേവ്സിനെ, ഈ ഒരു ടൈപ്പ് വേവിനെ നമുക്ക് പറയാൻ പറ്റും ഇൻ ഫേസ് വേവ്സ് എന്ന് പറയാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം സെയിം ആണ്, രണ്ടിൻ്റെയും ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും എല്ലാം സെയിം ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ദർ ഈസ് നോ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 വേവ്സ്. 2 വേവ്സും തമ്മിൽ ഒരു പാത്ത് ഡിഫറൻസും ഇല്ല എന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കുക. പിക്ചറിൽ ഫ്രീക്വൻസി സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡിഫറെൻറ്റ് ടൈമിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് വേവ്സ് ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വേവ് കൺസിഡർ ചെയ്യാം. ഇത് ഇങ്ങനെയാണ് വേവ് 1 ആൻഡ് വേവ് 2. അപ്പോൾ നമ്മളുടെ ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 0, 2π, ഇവിടെ 0, π, 2π. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതിൻ്റെ ക്രസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ക്രസ്റ്റ് ആണെങ്കിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു വേവിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് -π. തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 - π, it is 0 - -π, it is π. There is a π phase difference. In the case of wavelength പറയുകയാണെങ്കിൽ രണ്ട് വേവും തമ്മിലൊരു ഹാഫ് വേവ് ലെങ്ത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ λ/2. അപ്പോൾ ഈ 2 വേവ്സും തമ്മിൽ λ/2 ഫേസ് ഡിഫറൻസോ അല്ലെങ്കിൽ പൈ ഫേസ് ചേഞ്ചോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 2 വേവ്സിനെയും ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് പറയും. ഈ 2 വേവ്സ് ഔട്ട് ഓഫ് ഫേസിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വേറെ ഒരു വേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ഫേസ് ആണ് ഇത് തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. ഇതിപ്പോൾ പൈ ആയിക്കൊള്ളണമെന്നില്ല. ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ദേ പോസസ് എ പർട്ടിക്കുലർ ഫേസ് ഡിഫറൻസ്. രണ്ടും തമ്മിൽ ഒരു പർട്ടിക്കുലർ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കേസിലെ പിക്ചർ നോക്കുക. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കാം, ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. ഓഫ് കോഴ്സ് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്, പിക്ചറിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു 3 ഫിഗേഴ്സിനും നമുക്ക് വരുന്ന
കോൺസെപ്റ്റാണ് കൊഹിറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊഹിറൻറ്റ് വേവ്സ്. ആൻഡ് വാട്ട് ഈസ് കൊഹിറൻറ്റ് വേവ്സ് ആൻഡ് വാട്ട് ഈസ് ഇൻകൊഹിറൻറ്റ് വേവ്സ്. Coherent waves possess same frequency or same wavelength, and they have same or different amplitude, and they possess a constant phase difference, or they will not have any phase difference. These are the main peculiarities about coherent waves. And what is incoherent waves? Incoherent waves they do not possess constant frequencies or same frequency, and they will not have a constant phase difference, and they have same amplitude or different amplitude, whatever it may be, but they will not maintain a constant phase difference, and they will not have a same frequency. These are incoherent waves. അപ്പോൾ കൊഹിറൻസിയുടെ പറയാനുള്ള കാരണം, ഇൻ്റർഫറൻസ് ഫിനോമിന നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ കൊഹിറൻസ് സോഴ്സസ് വേണം, ഒന്നിൽ കൂടുതൽ കൊഹിറൻസ് സോഴ്സസ് വേണം. കൊഹിറൻസ് സോഴ്സസിന് മാത്രമാണ് നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇൻ്റർഫറൻസ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കൊഹിറൻറ്റ് വേവ്സ് എന്താണെന്നുള്ളത് കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് അറിയേണ്ട ഇൻ്റർഫറൻസിന് നമുക്ക് അറിയേണ്ട വേറൊരു ബേസിക് കാര്യമാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആൻഡ് ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്. നമ്മൾ OPL ആൻഡ് GPL എന്ന് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ജിയോമെട്രിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കുലർ മീഡിയത്തിലൂടെ ലൈറ്റ് റേ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പാർട്ടിക്കുലർ ടൈമിൽ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നുള്ള പാത്തിനെയാണ് നമ്മൾ ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണെങ്കിൽ ഇതേ കാര്യം തന്നെ ഇത്രയും സമയത്ത് തന്നെ സാധാരണ എയറിലൂടെ വാക്വത്തിലൂടെ ലൈറ്റ് റേ മൂവ് ചെയ്ത് പോകുമ്പോൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ള ആ പാത്ത് ലെങ്ത്തിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് us കൺസിഡർ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ഒരു മീഡിയം കൺസിഡർ ചെയ്തു, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. അപ്പോൾ എൽ ലെങ്ത്ത് ആണ് ടി ടൈമിൽ അത് കവർ ചെയ്തതെന്ന് വിചാരിക്കും. ടി എന്ന് പറഞ്ഞ ടൈമിൽ എൽ ലെങ്ത് ആണ് കവർ ചെയ്തതെങ്കിൽ നമുക്ക് ഈ എല്ലിനെ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വി ഇൻറ്റു ടി. വാട്ട് ഈസ് വി? വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ ദ മീഡിയം ആൻഡ് ദ ടൈം ടേക്കൺ ടു കവർ ദിസ് എൽ ലെങ്ത്. This V is always less than C because this is a medium of refractive index mu. So this is the path length. This is the geometrical path length GPL. And optical path length, the same case in air or vacuum. Let the time be T. So the distance traveled by the light ray by a time T. Let us take it as delta OPL is equal to delta, which is equal to C into T. The medium is air, so the velocity of the light in air is equal to C. So C into time CT. Here the time is same, T is same. So we can find an equation of T from this equation, equation 1. T is equal to L by V. This equation, we will substitute this equation in this equation optical path length. Then we will get the relation between geometrical path length and optical path length. C into L by V, and we know that C by V is the refractive index mu. So optical path length delta is equal to mu into L. This is the relation between optical path length and geometrical path length. So optical path length is always greater than geometrical path length. If the medium is air, geometrical path length and optical path length will be equal. Geometrical path length can be called optical path length when the medium is air.
നമ്മളിവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തും ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്തും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ ഫിനോമിന നടക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവ്സ് നമ്മൾ പാത്ത് ഡിഫറൻസ് നോക്കാനുള്ളത്. ഈ പാത്ത് ഡിഫറൻസിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ വേരിയേഷനൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്താണെന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് ഫേസ് ചേഞ്ച് എങ്ങനെയാണ്, ഒപ്റ്റിക്കൽ പാത്തും ഫേസ് ചേഞ്ച് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പാത്ത് ലെങ്ത് എൽ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പാത്ത് ലെങ്ത്തിൽ എൽ എന്ന് പറഞ്ഞ ഒരു ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്തിൽ ഒരു വേവ് 1 ലാംഡ കവർ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു 1 ലാംഡ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ആംഗിൾ എത്രയായിരിക്കും? 2π ആയിരിക്കും അല്ലേ? 2π ആയിരിക്കും. അപ്പോൾ എൽ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ 1 ലാംഡയാണ് വേവ് കവർ ചെയ്യുന്നതെങ്കിൽ, റൈറ്റ് വേവ് കവർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫേസ് ആംഗിൾ എത്രയായിരിക്കും? 2π ആയിരിക്കും. അപ്പോൾ ഇതിനൊരു പാർട്ടിക്കുലർ ലെങ്ത്ത് നമ്മൾ എത്രയാണോ പാത്ത് ലെങ്ത്ത് എടുക്കുന്നത് ആ പാത്ത് ലെങ്ത്തിൽ ഈ ലൈറ്റ് വേവിൻ്റെ ഫേസ് ഡിഫറൻസ്, ഫേസ് ചേഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കിട്ടും. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു എൽ. എൽ ഈസ് ദ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദിസ് ലൈറ്റ് റേ. അപ്പോൾ ദിസ് ഈസ് ദ ഫേസ് ചേഞ്ച് and this is the path covered, path length എന്ന് പറയാം, path length. അപ്പോൾ this is the relation between phase change and path length. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു വേവിനെ കൺസിഡർ ചെയ്യാം. 0 ഫേസ് ആംഗിൾ 0, 2π, 3π. അപ്പോൾ ഇതിൻ്റെ പാത്ത് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഫേസ് നമുക്കറിയാം. പാത്ത് കണ്ടുപിടിക്കാനായിട്ട് എൽ കണ്ടുപിടിക്കാനായിട്ട് എൽ ഇസ് ഈക്വൽ ടു, പാത്ത് ലെങ്ത് എപ്പോഴും നമ്മൾ ലാംഡ ടേംസിലാണ് പറയുന്നത്. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷനിൽ ഡെൽറ്റ ഇൻറ്റു ലാംഡ, ഡെൽറ്റ ലാംഡ ബൈ 2π. ഹിയർ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3π ഇൻറ്റു ലാംഡ ബൈ 2π, which is equal to 3/2 lambda. Yes, this the path length is, this is 1 lambda and this is half lambda. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3/2 ലാംഡ കിട്ടും. 3/2 ലാംഡന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫേസ് ആംഗിളും ഫേസ് ചേഞ്ചും പാത്ത് ലെങ്തും തമ്മിലുള്ള റിലേഷൻ. ഇത് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ പാത്ത് ലെങ്ത് എത്രയാണോ ആൻഡ് അതിൽ എത്ര ലാംഡാസ് ഫിറ്റ് ആവുന്നുണ്ട് അതിനനുസരിച്ചാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇനി ഒരു ലൈറ്റ് റേ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചേഞ്ചാണ് അതിൻ്റെ ഫേസിന് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. So when a light ray incident on a reflecting surface, majority of the intensity will go, or the light wave will go transmitted, and a minority portion or about 4% will reflected back. അതായത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഒരു 96%ഓളം അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഒരു 4%ഓളം അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ദർ ഒക്കേഴ്സ് എ ഫേസ് ചേഞ്ച് ഓഫ് പൈ. അതായത് ഇൻസിഡൻറ്റ് റേയും ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും തമ്മിൽ ഒരു പൈ ഫേസ് ചേഞ്ച് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റിൻ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഇതിന് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത്, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊണ്ടുവന്നത്. അതായത് റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് റെയറർ ടു ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ റിഫ്ലക്റ്റഡ് റേയിൽ ഒരു പൈ ഫേസ് ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് മെഷർ ചെയ്യുന്നത് ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയും. ആൻഡ് ലെറ്റ് us denote it as rho. And he derived an equation for this coefficient of reflectivity which is equal to mu1 minus mu2 divided by mu1
plus mu2. What are mu1 and mu2? Mu1 is the refractive index of the first medium. Let us take it as a rarer medium, and mu2 is the refractive index of the denser medium. Let us take it as mu2. For example, we are considering air to glass incidence. Light ray from air is incident on a glass surface. What is the coefficient of reflectivity? Reflectivity will be to air. We know the refractive index is equal to 1, and for silica glass the refractive index is equal to 1.5. So we will get rho is a negative 1. So when the rho is a negative 1, there occurs a phase change of the for the reflected ray. There occurs a pi phase difference. ഒരു pi phase difference corresponding ഒരു lambda by 2 phase difference path difference ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും തമ്മിൽ ഒരു pi phase difference or lambda by 2 path difference ഉണ്ടാവുമെന്ന് പറയും if it is negative. So when we are considering a light ray from a glass to an air, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, അവിടെ നിന്നാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ഇത് 1.5 മൈനസ് 1 ഡിവൈഡ് ബൈ 1.5 പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഇതൊരു പോസിറ്റീവ് തിങ് ആയിട്ട് മാറും. അപ്പോൾ ഇഫ് റോ ഇസ് എ പോസിറ്റീവ്, there occurs no phase difference. അപ്പോൾ ഡെൻസറിന് റയറിലേക്കാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ റിഫ്ലക്റ്റഡ് വേവും ഇൻസിഡൻറ്റ് വേവും തമ്മിൽ ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ്, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ മൈൻഡിൽ വെക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻ്റർഫറൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിഫ്ലക്റ്റഡ് റേസ് വഴിയാണ് ഇൻ്റർഫറൻസ് നടക്കുന്നതെങ്കിൽ റിഫ്ലക്റ്റഡ് റേസിന് ഇൻസിഡൻറ്റ് റേനേക്കാളും ഒരു ലാംഡ ബൈ 2 പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. ആ പാത്ത് ഡിഫറൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതെപ്പോഴും നമ്മളൊന്ന് മൈൻഡിൽ വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇൻ്റർഫറൻസ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ബേസിക് കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ സെഷൻ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇനി വരുന്നത് ഇൻ്റർഫറൻസ് ആണ്. ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ കോഹിറൻറ്റ് വേവ്സ് ആണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻ്റർഫറൻസിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ഡെറിവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് സെഷൻ.